യുഗപരമഹിമ അഖിലവുമൻപാർ സഹജേ നിനക്കായി കരുതിയവൻ കാഹളനാദം ശ്രവിക്കെ നീ പറക്കും മോഹന നിമിഷം ആഗതമായി കാഹളനാദം ശ്രവിക്കെ നീ പറക്കും മോഹന നിമിഷം ആഗതമായി ആരുമരുവിൽ ഒരു തുണയില്ലെന്ന് ഒരു ഉരുവും നീ നിനയരുതേ ഒരുക്കാൻ പോയി വരുമെന്നുരച്ചോൻ കരുതിയതെല്ലാം നിനക്കല്ലയോ ഒരുക്കാൻ പോയി വരുമെന്നുരച്ചോൻ കരുതിയതെല്ലാം നിനക്കല്ലയോ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൽ ബഹുമാനി ദേവദാസൻ ജെയിംസ് അബ്രഹാം പാസ്റ്റർ, എൻ്റെ കുടുംബം, സന്നിഹിതരായിരിക്കുന്ന കർത്താവിൽ ബഹുമാനിരായ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, അതുപോലെ മിഥുൻ, ഷാമിലി കുടുംബം, അവരെല്ലാം ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളൊക്കെ ഒരുമിച്ച് അല്പസമയം തിരുവെഴുത്ത് സംസാരിപ്പാൻ സ്വർഗമൊരുക്കിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ ഓർപ്പിച്ചതുപോലെ എൻ്റെ പേര് PV സുരേഷ് എന്നാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ മണ്ണുത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് IPC സഭയിലെ ഒരു ശുശ്രൂഷകനായിട്ട് ആയിരിക്കുന്നു. ഞാനിവിടെ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായത് മിഥുനും ആഷ്ലിയും ആ ഫാമിലിയോടുള്ള ബന്ധത്തിലാണ്. മിഥുനെയും അതുപോലെ ആഷ്ലി, രണ്ട് കുടുംബങ്ങളും ഞങ്ങളോടുള്ള ബന്ധത്തിൽ, എൻ്റെ കുടുംബമായിട്ട് ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സുഹൃത്ത് ബന്ധമാണ് ആഷ്ലി, മിഥുനെയും ആഷ്ലിയും തമ്മിൽ അവരൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കാനായിട്ട് ദൈവം ഞങ്ങളെ ഉപയോഗിച്ചു. ഷാമിലി, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷാമിലിയിലെ പേരും ഞാൻ ഇങ്ങനെ ആഷ്ലി എന്ന് പറയാം. നിങ്ങൾ സോറി, ക്ഷമിക്കണം, എൻ്റെ മരുമോടെ പേരാണ് ആഷ്ലി എന്ന്. ആ ഒരു സുഹൃബന്ധമാണ് അവരെ ഒന്നിപ്പിക്കാനായിട്ട് ഇടയായത്, ദൈവം അങ്ങനെ ഉപയോഗിച്ചത്. അതുമാത്രമല്ല, മിഥുനും അതുപോലെ ഷാമിലിയും ഞങ്ങൾ ഒരു ചർച്ച് മെമ്പേഴ്സാണ്. അതുകൂടാതെ അവരുടെ സഭയിൽ, ഞങ്ങളുടെ ചർച്ചിൽ ഞാൻ അവിടെ ചില വർഷങ്ങൾക്ക് മുൻപ് 4 വർഷത്തോളം അവിടെ ശുശ്രൂഷകനായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ബന്ധങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഇവർ കാലിഫോർണിയയിലായിരുന്ന സമയത്ത് ഞാനവിടെ പോയി 2 ആഴ്ച അവരുടെ കൂടെ സമയം ചിലവഴിച്ചു. ഇവിടെ ഞാൻ അവരോട് ഒരുമിച്ച് 2 ആഴ്ച ചിലവഴിക്കണമെന്ന് ഓർത്താണ് വന്നത്. അങ്ങനെ ഇവിടെ ആയിരിക്കുന്നു. നിങ്ങൾ ഒരുമിച്ചായിരിക്കുന്നതിൽ സന്തോഷമുണ്ട്. എൻ്റെ മുൻപിലുള്ള സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തിരുവെഴുത്ത് സംസാരിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഞാൻ വചനം സംസാരിക്കുമ്പോൾ പൂർണ്ണ ഗൗരവത്തോടെ തന്നെയാണ് എപ്പോഴും വചനം സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: വചനം ആര് സംസാരിച്ചാലും വചനം സംസാരിക്കുന്ന വ്യക്തി അധമമായത് ഉപേക്ഷിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ അവൻ്റെ വാ ദൈവത്തിൻ്റെ വാ പോലെയാകും. അതിൻ്റെ അർത്ഥം അവൻ്റെ നാവിനെ ദൈവത്തിൻ്റെ ആത്മാവ് കടമെടുക്കുകയാണ്. ഇരമ്യ പ്രവചനം 1:12 ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനങ്ങൾ അത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം എൻ്റെ ആത്മാവ് അതിന്മേൽ ജാഗരിക്കും. വെള്ളത്തിന്മേൽ പരിവർത്തിച്ച ദൈവത്തിൻ്റെ ആത്മാവ് കോഴി മുട്ടയുടെ മേൽ പൊരുന്നിരുന്ന് അതിനെ നിവൃത്തി പദത്തിലേക്ക് എത്തിക്കുന്ന പോലെ നമ്മളോട് സംസാരിക്കുന്ന, നമ്മൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ ദൂതുകൾ അതിന്മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പൊരുന്നയിരുന്ന് അത് നിവൃത്തി പദത്തിലേക്ക് എത്തിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനമാണ്. അത് ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും വചനത്തിന് മാറ്റമില്ല. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇത് വിശുദ്ധ സഭായോഗമാണല്ലോ. ഇന്ന് പകൽ അല്പസമയം ഞാൻ ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ സഭായോഗവുമായി ബന്ധപ്പെട്ട് തിരുവെഴുത്താണ് വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വേദഭാഗം, 2 കൊരിന്തി 2nd chapter verse 11. മതി. ഇവിടെ നമ്മൾ വായിക്കുന്നത്: സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, മനുഷ്യൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ 2 ശക്തികളാണ് ഭൂമിയിലുള്ളത്. ഒന്ന് ദൈവത്തിൻ്റെ ശക്തിയും മറ്റൊന്ന് അഥവാ പൈശാചിക ശക്തിയും. ഈ 2 ശക്തിയിൽ ഏതെങ്കിലും ഒരു ശക്തിയിൽ ആശ്രയിച്ചിട്ടല്ലാതെ
ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് കഴിയുകയില്ല. ഒന്നെങ്കിൽ അവൻ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കണം, അല്ലെങ്കിൽ അവനെ അന്ധകാര ശക്തി നിയന്ത്രിക്കും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഏതു ശക്തിക്ക് അധീനര് എന്ന് ചോദിപ്പാനിടയായിത്തീർന്നു. ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ സംഖ്യാക്രമത്തിൽ നമ്മൾ വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ സാത്താൻ്റെ നമ്പർ എന്ന് പറയുന്നത് 6 ആണ്, ദൈവത്തിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 7 ആണ്, മനുഷ്യൻ്റെ നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. അതിൻ്റെ അർത്ഥം 5 നമ്പറുള്ള ഒരു മനുഷ്യന് ഒരിക്കലും 6 നമ്പറുള്ള സാത്താനെ ജയിക്കുവാനായിട്ട് കഴിയുകയില്ല. ഒരു 6 നമ്പറുള്ള സാത്താനെ 5 പറയുന്ന നമ്പറുള്ള വ്യക്തിക്ക് ജയിക്കുവാൻ കഴിയണമെങ്കിൽ അവൻ 7 നമ്പറിൽ അഥവാ ദൈവത്തിൽ ആശ്രയിക്കണം. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, നിന്നായി ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അതിൻ്റെ അർത്ഥം ദൈവത്തിൽ ആശ്രയിച്ചല്ലാതെ ഒരിക്കലും ഒരു മനുഷ്യനും അന്ധകാര ശക്തിയെ ജയിക്കുവാനായിട്ട് കഴിയുകയില്ല. സാത്താൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അസ്ഥിയും മാംസവുമില്ല, അത് ഒരാത്മാവാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ആത്മാവാണ്. 2 ആത്മാവാണ് ഭൂമിയിലുള്ളത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ആരാധനയുമായി ബന്ധപ്പെട്ട് സാത്താൻ്റെ ഏറ്റവും വലിയ അഥവാ മനുഷ്യനോടുള്ള പോരാട്ടം അഥവാ തന്ത്രം എന്ന് പറയുന്നത് അവനെ ആരാധനയുമായി ബന്ധപ്പെട്ട് പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. സാത്താൻ, ഞാൻ പറഞ്ഞുവല്ലോ, അസ്ഥിയും മാംസവും ഇല്ലാത്തതുകൊണ്ട് അവനോടുള്ള പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, ആത്മീക ശക്തിയായതുകൊണ്ട് അതിനെ അങ്ങനെ തന്നെ നമുക്ക് ആത്മാവിൽ നേരിടുവാനായിട്ട് കഴിയണം. 5 തന്ത്രങ്ങളാണ് ആരാധനയുമായി ബന്ധപ്പെട്ട് സാത്താൻ പ്രയോഗിച്ചത്. തിരുവെഴുത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യനെ നിയന്ത്രിക്കുന്ന ശക്തിയുണ്ട്, കുടുംബങ്ങളെ നിയന്ത്രിക്കുന്ന അന്ധകാര ശക്തിയുണ്ട്, ജാതികളെ നിയന്ത്രിക്കുന്ന അന്ധകാര ശക്തിയുണ്ട്, അഥവാ രാജ്യങ്ങളെ നിയന്ത്രിക്കുന്ന ശക്തിയുണ്ട്. തിരുവെഴുത്ത് നമ്മൾ പഠിക്കുമ്പോൾ ദാനിയേൽ 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അവൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായി ആ പ്രാർത്ഥനയ്ക്ക് മുഴങ്കാൽ മടക്കിയപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ദൂതനാകുന്ന ഗബ്രിയേൽ സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നുവെങ്കിലും പാർസി രാജ്യത്തിൻ്റെ പ്രഭു ദാനിയേലിനെ തടഞ്ഞു എന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുകയാണ്. 21-ാമത്തെ ദിവസം ദാനിയേലിൻ്റെ അടുക്കൽ കടന്നു വരുന്ന ഗബ്രിയേൽ ദൂതൻ പറയുന്നത്, ഞാൻ പ്രാർത്ഥനയുടെ മറുപടിയുമായി 1-ാമത്തെ ദിവസം കടന്നു വന്നെങ്കിലും പാർസി രാജ്യത്തിൻ്റെ പ്രഭു എന്നെ വഴിയിൽ തടഞ്ഞു. പ്രധാന ദൂതനായ മീഖയേലിനെ വിളിച്ച് യുദ്ധം ചെയ്ത് അവൻ്റെ കരങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെട്ട ശേഷമാണ് ഞാൻ നിൻ്റെ അടുക്കൽ കടന്നു വന്നത്. അതിൻ്റെ അർത്ഥം പാർസി രാജ്യമെന്ന് ഭരിച്ചിരുന്നത് ഹോരേശ് ആയിരുന്നു. ഹോരേശ് പാർസി രാജ്യം ഭരിക്കുമ്പോൾ തന്നെ ആ രാജ്യത്തെ നിയന്ത്രിക്കുന്ന മറ്റൊരു അന്ധകാര ശക്തി ഉണ്ടായിരുന്നുവെന്ന് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഫറവോന്റെ അടുക്കൽ ചെന്നിട്ട് മോശ പറയുകയാണ്, എന്നെ ആരാധിക്കുവാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുവാൻ പറയുമ്പോൾ ഫറവോൻ പറയുന്നത്, ഞാൻ യഹോവയെ അറിയുന്നില്ല എന്നാണ്. എന്നാൽ ആരാധനയ്ക്കെതിരെ 5 വിധ തന്ത്രങ്ങൾ ഈ പറയുന്ന മിസ്രൈമിൽ വസിക്കുന്ന അതിനോടുള്ള ബന്ധത്തിലുള്ള അന്ധകാര ശക്തി ഫറവോനിലൂടെ ആരാധനയ്ക്കെതിരെ 5 വിധ തന്ത്രങ്ങൾ ഉപയോഗിച്ചതായി തിരുവെഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. തിരുവെഴുത്ത് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, ദൈവത്തിൻ്റെ നീട്ടിയ ഭുജം കൊണ്ട് ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുവാൻ ശ്രമിക്കുമ്പോൾ, അവരെ ആരാധനയ്ക്കായി കൊണ്ടുപോകുവാൻ ശ്രമിക്കുമ്പോൾ ദൈവം പറഞ്ഞു, മിസ്രൈമിൽ നിന്ന് 3 ദിവസത്തെ വഴിദൂരം ചെന്ന് മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കണം. ഇതാണ് വ്യവസ്ഥ. എന്നാൽ ഫറവോൻ ആരാധനയുമായി ബന്ധപ്പെട്ട് 5 തടസ്സവാദങ്ങൾ ഫറവോനിൽ വ്യാപരിച്ച മിസ്രൈമ്യ ശക്തി അവിടെ ചെയ്യുവാനായിട്ടിടയായി തീർന്നു. ഒന്നാമത് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എക്സോഡസ് ചാപ്റ്റർ 8 അതിൻ്റെ 25 വേർഡ്സ്. അപ്പോൾ തിരുവെഴുത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാം, പക്ഷേ മിസ്രൈമിൽ ദൈവത്തെ എന്ത് ചെയ്യണം? ആരാധിക്കണം എന്നാണ് ഫറവോൻ പറഞ്ഞത്. എന്താണ് അങ്ങനെ ഫറവോന്യ ശക്തി ഈ പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നതെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ മിസ്രൈമിൽ ദൈവത്തെ ആരാധിക്കുവാൻ വചനത്തിൽ വ്യവസ്ഥയില്ല. മിസ്രൈം ഈ ലോകത്തെ കാണിക്കുകയാണ്.
ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്ന് മരുഭൂമിയിൽ പോയി ദൈവത്തെ ആരാധിക്കണമെന്ന് ദൈവത്തിൻ്റെ വ്യവസ്ഥയുള്ളപ്പോൾ ഫറവോൻ പറയുന്നത് ആരാധിക്കുന്നത് കുഴപ്പമില്ല, ഈ ലോകത്തിൻ്റെ പാപത്തിൽ ഇടപഴകി അതിൽ ഇഴുകി നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാം. അതിൻ്റെ അർത്ഥം അങ്ങനെ ആരാധിച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ആ ആരാധനയിൽ ഉണ്ടാകുകയില്ലെന്നും ആ ആരാധനയിൽ ദൈവം പ്രസാദിക്കുകയില്ല എന്നും മിസ്രൈമ്യ ശക്തിക്ക് അറിയാവുന്നത് കൊണ്ട് ഫറവോനിലൂടെ പറഞ്ഞു, നിങ്ങൾ ആരാധിക്കുന്നതിന് കുഴപ്പമില്ല, നിങ്ങൾ മിസ്രൈമിൽ ദൈവത്തെ ആരാധിക്കണം. എന്താണ് തിരുവെഴുത്ത് പറയുന്നത്? തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. അതിൻ്റെ അർത്ഥം അഥവാ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ അവർ വേർപെട്ട് തനിച്ചു പാർക്കുന്ന ജനമായി ദൈവത്തെ ആരാധിക്കണം. പെന്തക്കോസ്തിന്റെ ശക്തി എന്ന് പറയുന്നത് വേർപാടിലാണ്. തിരുവെഴുത്ത് പറയുന്നു, ജനം വേർപെട്ട് ദൈവത്തെ ആരാധിച്ചപ്പോൾ കാട്ടുപോത്തിന് തുല്യമായ ബലം അവർക്കുണ്ടായിരുന്നുവെന്നാണ്. വേർപാടനുസരിച്ച് ജനം ദൈവത്തെ ആരാധിച്ചപ്പോൾ തിരുവെഴുത്ത് പറയുന്നു, യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ അവരുടെ മധ്യേ വസിച്ചു, രാജാവ് അവരുടെ മധ്യേ വസിച്ചു, രാജകോലാഹലം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നുവെന്ന. അതിൻ്റെ അർത്ഥം യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ അവരുടെ മധ്യേ വസിച്ചപ്പോൾ സിംഹഗർജനം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, തിരുവെഴുത്ത് പറയുന്നു, കാട്ടുപോത്തിന് തുല്യമായ ബലം, ആത്മീക ബലം അവർക്കുണ്ടായിരുന്നുവെന്നാണ്. എന്താണ് കാട്ടുപോത്തിൻ്റെ പ്രത്യേകത? കാട്ടുപോത്തിൻ്റെ ശക്തി കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതിൻ്റെ കൊമ്പുകളിലാണ്. കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്ക് മുൻപിൽ കാട്ടിലെ രാജാവായിരിക്കുന്ന സിംഹം പോലും ഒറ്റയ്ക്ക് നേരിടുവാനായിട്ട് കഴിയുകയില്ല. സങ്കീർത്തനം 22:22 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ ഞാൻ നിനക്ക് ഉത്തരമരുളുമെന്ന. ഒരിക്കലും വിടുവിക്കപ്പെടുവാൻ കഴിയാത്ത എത്ര പ്രബലനായ ശക്തിയാണ് എതിരാളിയെങ്കിലും ആ കൊമ്പുകളുടെ ഇടയിൽ നമുക്ക് ഉത്തരമരുളുവാൻ ഇന്ന് പകൽ നാം സേവിക്കുന്ന ദൈവത്തിന് കഴിയുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ദൂതായിട്ട് പറയുകയാണ്. ഏറ്റവും അങ്ങേറ്റത്തിരിക്കുന്ന പ്രധാന പേരന് സാബു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം ദൂത് പറയുന്നു, കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ ഞാൻ നിനക്ക് ഉത്തരമരുളിയ ദൈവമാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് ദൂത് പറയുകയാണ്. ഒരിക്കലും വിടുവിക്കപ്പെടുവാൻ സാധ്യതയില്ലാത്ത മേഖലയിൽ ഞാൻ നിന്നെ വിടുവിച്ച ദൈവമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്രകാരം ആലോചനയായി പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. ഒരു മനുഷ്യൻ്റെ അരയോട് അരക്കച്ച പറ്റിയിരിക്കുന്നത് പോലെ നീ എൻ്റെ സന്നിധിയിൽ വീണ്ടും ചേർന്നിരിപ്പാൻ തയ്യാറായാൽ ഒരിക്കലും വിടുവിക്കപ്പെടുകയില്ല എന്ന് മാനുഷിക കരങ്ങൾക്ക് വിടുവിക്കുവാൻ കഴിയാത്ത മേഖലയിൽ ഇനിയും ഞാൻ നിനക്ക് വിടുതലയക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് പറയുന്നു. ഉയർത്തുകയില്ല എന്ന് ശത്രു വാദിക്കുന്ന തലങ്ങളിൽ നിന്റെ ഉയർച്ചയ്ക്കെതിരെ നിൽക്കുന്ന ഷെയ്ഡുകളെ മുറിച്ചിട്ട് ഞാൻ നിനക്ക് വളരുവാൻ ഇടമൊരുക്കും. ഒരരക്കച്ച ഒരു മനുഷ്യൻ്റെ അരയോട് ചേർന്നിരിക്കുന്നത് പോലെ എൻ്റെ സന്നിധിയിൽ ചേർന്നിരുന്നു കൊള്ളുക. ഞാൻ നിന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, കാൽ വഴുതുകയില്ല എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ദൂതായിട്ട് പറയുകയാണ്. തിരുവെഴുത്ത് ഇങ്ങനെയാണ് പറയുന്നത്, ആ തനിച്ചു പാർത്തപ്പോൾ അവർക്ക് കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ടായിരുന്നു. ശിംശോനെ കുറിച്ച് തിരുവെഴുത്തിൽ വായിക്കുന്നത്, വചനവ്യവസ്ഥ പ്രകാരം വേർപാടനുസരിച്ച് ജീവിച്ച ശിംശോന്റെ മേൽ അവനെ ആർക്കും ഒതുക്കുവാൻ കഴിയാതിരുന്നു. എന്നാൽ വേർപാട് നഷ്ടപ്പെടുത്തിയ ശിംശോൻ തിരുവെഴുത്ത് പറയുന്നു, അവൻ ശേഷം മനുഷ്യരെ പോലെയായി. ഇന്ന് പകൽ ദൈവാത്മാവ് സഭയോട് ദൂത് പറയുകയാണ്, വേർപാട് നഷ്ടപ്പെടുത്തിയാൽ, പാപത്തോട് ഇടപഴകി ജീവിച്ചാൽ, എന്താണ് പാപം എന്നൊരു പക്ഷെ ചോദിച്ചേക്കാം. വചനം പറയുന്ന വേർപാട്, പാസ്റ്റർ പറയുന്നതല്ല, വചനം പറയുന്ന വേർപാട് അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോടുകൂടെ ഉണ്ടായിരിക്കത്തുള്ളൂ. തിരുവെഴുത്ത് പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുക. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല എന്ന് വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ സഭയോട് ദൂതായിട്ട് പറയുകയാണ്.
എന്താ പേരെന്നെ പറഞ്ഞേ? ഞാൻ പേരാദ്യം ചോദിച്ചിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം ആലോചന പറയുന്നു: കുരുടന്മാരെ അവൻ അറിയാത്ത പാതകളിൽ സഞ്ചരിക്കുമാറാക്കുന്നു. നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പാതകളിലൂടെ വരുന്ന ദിനങ്ങളിൽ ഞാൻ നിന്നെ സഞ്ചരിക്കുമാറാക്കുമെന്ന് ദൈവാത്മാവ് ദൂത് പറയുകയാണ്. അപ്പൻ്റെ കഴുതകളുടെ വിവരമറിയുവാൻ വേണ്ടി ശാമുവേലിൻ്റെ അടുക്കൽ കടന്നു വന്ന ശൗലിനോട് പറയുകയാ, കഴുതകളെ കുറിച്ചുള്ള ഭാരം വിടുക. ഇന്ന് നീ ഭാരപ്പെടുന്നതിനെ വിടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, കഴുതകളെ കണ്ടുകിട്ടിയിരിക്കുന്നു, നീ ആ ഭാരം വിടും. ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, അവന് വേണ്ടി ശാമുവേൽ മുഖാന്തരം ദൈവാത്മാവ് കൈക്കുറവിൻ്റെ അനുഭവങ്ങളെ മാറ്റിവെച്ചു. നീ വിശ്വസ്തയോടെ നിന്നാൽ ഒരു കരുതൽ ഞാൻ നിനക്കായി ഈ ദേശത്ത് കരുതിയിട്ടുണ്ട്. ഒരിക്കലും അർഹതയില്ലാത്തതിന്മേൽ നീ കരം വയ്ക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് പറയുന്നു. നിന്റെ ജീവിത യാത്രയിൽ ഒരു വഴിത്തിരിവുണ്ടെന്ന് ആത്മാവ് ഇന്ന് പകൽ ദൂതായിട്ട് പറയുകയാണ്. തിരുവെഴുത്ത് ഇങ്ങനെയാണ് പറയുന്നത്. രണ്ടാമത് പറഞ്ഞ ചിന്ത ഇതാണ്: നിങ്ങൾക്ക് പോകാം. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം, ചാപ്റ്റർ 8 ആൻഡ് വേർഡ്സ് 28. ഇങ്ങനെ നമ്മൾ കാണുവാൻ കഴിയുന്നു. അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് പോകാം, അധിക ദൂരം പോകരുത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒരു സമ്പൂർണ്ണ സമർപ്പണം പാടില്ല. സമ്പൂർണ്ണ സമർപ്പണം പാടില്ല. അതിൻ്റെ അർത്ഥം തിരുവെഴുത്ത് പറയുന്നു, ഏലിയാവ് ഇടിഞ്ഞു കിടന്ന യാഗപീഠം ഗോത്ര സംഖ്യക്കൊത്തവണ്ണം പണിതു. അങ്ങനെ പണിത് പ്രാർത്ഥിച്ചപ്പോൾ ഒരു പ്രാർത്ഥനയിൽ അതിൽ തീ ഇറങ്ങുവാനിടയായി. ദൈവത്തിൻ്റെ ആത്മാവിന് പറയുവാനുള്ള ദൂത്, ഇടിഞ്ഞു കിടക്കുന്ന ഒരു യാഗപീഠത്തിലും ദൈവം പ്രസാദിക്കുകയില്ല എന്ന് ഇന്ന് പകൽ സഭയോട് ദൈവത്തിൻ്റെ ആത്മാവ് ദൂതായിട്ട് പറയുകയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമത്തിലെ സകല യാഗങ്ങളും പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ യാഗത്തിന് നിഴലാണ്. നമ്മൾ റോമാലേഖനം 12-ാം അധ്യായം പഠിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: സഹോദരന്മാരെ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദകരമായ യാഗമായി സമർപ്പിപ്പീൻ. അന്ന് പറഞ്ഞാൽ പുതിയ നിയമ ആരാധന യാഗവസ്തു എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദകരമായ യാഗമായി സമർപ്പിക്കുന്നില്ലെങ്കിൽ എൻ്റെ ആരാധനയിൽ, നിന്റെ ആരാധനയിൽ സ്വർഗം പ്രസാദിക്കുകയില്ല. രണ്ട് വ്യക്തികൾ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നുപോയി. ഒരുത്തൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചു, ഹാബേലിൻ്റെ ആരാധന ദൈവം പ്രസാദിച്ചു. കയ്യിൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചില്ല. രക്തച്ചൊരിച്ചിലില്ലാത്ത, വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാതിരുന്ന കയ്യിൻ്റെ മുഖം വാടിയിരുന്നു. ആരാധന കഴിഞ്ഞ് നീ മടങ്ങുമ്പോൾ നിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിയുന്നത് നിന്റെ മുഖത്ത് നോക്കിയാൽ മതി. മുഖം വാടിയിരിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചിട്ടില്ല. ഇന്ന് പകൽ ദൈവാത്മാവിന് പറയുമുള്ള ദൂത്, നിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നില്ലെങ്കിൽ നീ ആരാധന കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: യാഗം ചെയ്യുന്ന, യാഗം കഴിക്കുന്ന ഹോമയാഗം മൃഗത്തിന് 6 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. യാഗം കഴിക്കുമ്പോൾ 6 കാര്യങ്ങൾ തിരുവെഴുത്ത് പറയുന്നു. ലേവ്യ പുസ്തകം 1-ാം അധ്യായം 6 മുതൽ വായിക്കുമ്പോൾ യാഗം മൃഗത്തെ തോല് ഉരിയണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുക. അതിൻ്റെ അർത്ഥം പുതിയ നിയമത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വരുന്ന വ്യക്തി അവൻ്റെ ജഡശരീരത്തെ അവൻ്റെ രാഗമോഹങ്ങളോടെ ഉരിഞ്ഞു കളയണമെന്ന് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ ജഡമനുഷ്യനെ രാഗമോഹങ്ങളോടെ ഉരിഞ്ഞു കളയുന്നില്ലെങ്കിൽ ആ യാഗത്തെ സ്വർഗം അംഗീകരിക്കുകയില്ല. തോലുരിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ തോലുരിഞ്ഞിട്ടുണ്ടോയെന്ന് എങ്ങനെ മനസ്സിലാകുന്നത് അറിയാമോ? പിന്നെ പഴയ മനുഷ്യൻ ഒന്നും ബന്ധമില്ല. പുള്ളിയും കറുപ്പും ചുവപ്പും ഉള്ള മൃഗത്തിൻ്റെ തോലുരിഞ്ഞാൽ ഒറ്റ കളറായിരിക്കും. തോലുരിഞ്ഞില്ലെങ്കിൽ, ഉരിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. കല്യാണം ആലോചിക്കുമ്പോൾ ചോദിക്കും, യാക്കോബെന്നാണോ വന്നത്, CSC എന്നാണോ, കത്തോലിക്കെന്നാണോ? ഇത് ചോദിക്കും. എന്താ ചോദിക്കുന്നത്? തോലുരിഞ്ഞിട്ടില്ല, അതാ കാര്യം. ഈ ചോദ്യം കേട്ടാൽ ചോദിക്കും, ഇന്നലെ നാളെ പിന്മാറ്റത്തിൽ പോകേണ്ട വന്നാൽ അതിലേക്ക് പോകാനിരിക്കുക ഈ പുള്ളി. തിരുവെഴുത്ത് പറയുന്നു, അവസരം വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ
മടങ്ങിപ്പോകുവാൻ നിരവധി അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടെല്ലാം ദൂത് പറയാൻ എൻ്റെ കയ്യിൽ ദൈവാത്മാവ് തന്നിട്ടുണ്ട്. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് പറയാത്തേ. പ്രവചനത്തിൻ്റെ ആത്മാവ് പ്രവാചകന് കീഴ്പ്പെട്ടിരിക്കുക. ഈ പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അത്യാവശ്യം ആർക്കെങ്കിലും പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇല്ലെങ്കിൽ വെള്ളിയാഴ്ച പ്രാർത്ഥന മിഥുൻ്റെ വീട്ടിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് നിങ്ങളോട് ദൂതുകൾ പറയും. ഇവിടെ എപ്പോഴെങ്കിലും ഒരു അവസരമുണ്ടെങ്കിൽ പറയും. ഞാൻ പോണ വരെ ഇവിടെ ഉണ്ട് സമയം. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം ഇതാണ്. യാഗമൃഗത്തിൻ്റെ തോലുരിയണം. 2 ഖണ്ഡമായി നുറുക്കണം. എന്താണ് ഖണ്ഡമായി നുറുക്കണമെന്ന് പറഞ്ഞാൽ പുതിയ നിയമം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ആലയത്തിൽ കടന്നു വന്ന് ഹൃദയം പകർന്നവരുടെ മുഖം പിന്നെ വാടിയില്ല എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവൾ അധരം കൊണ്ടൊന്നും പറഞ്ഞില്ല. ഹൃദയം പകർന്നു. ഹൃദയ നുറുക്കത്തോടെ, തകർന്ന ഹൃദയത്തോടെ കടന്നു വന്നവളുടെ മുഖത്തെ ദൈവം ആദരിച്ചെങ്കിൽ, ഇന്ന് പകൽ നീ ഹൃദയ നുറുക്കത്തോടെ കടന്നു വന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ മുഖത്തെ ആദരിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽ വന്നിട്ടുണ്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് പറയുക. രണ്ടാമത് പറയുന്നു, അടുത്തത് മൂന്നാമത് പറയുന്നത്, തലയും മേധസ്സും യാഗപീഠത്തെങ്കിൽ വെക്കണം. എന്താണ് തല? ചിന്തകളെ കാണിക്കുകയാ. തിരുവെഴുത്ത് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ട് സകല ചിന്താകുലവും എൻ്റെ മേൽ ഇട്ടുകൊള്ളുവീനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സകല ചിന്തകളും ക്രിസ്തുവാകുന്ന യാഗപീഠത്തെങ്കിൽ വെക്കണം. മേധസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ഭാവമാണ്. ആ മേധസ് നീ സമ്പൂർണ്ണമായി യാഗപീഠത്തെങ്കിൽ സമർപ്പിക്കണം. മേധസ്സുള്ള ഒരു ഇറച്ചി ഓവനിൽ വെച്ച് ചൂടാക്കിയാൽ അത് പൊട്ടിത്തെറിക്കും. അന്ന് പറഞ്ഞാൽ ഈ പൊട്ടിത്തെറിക്കാൻ കാരണം മേധസ്സാണ്. അത് സമ്പൂർണ്ണ യാഗമാകണം. അടുത്തത് പറയുന്നു, കുടലും കാലും വെള്ളത്തിൽ കഴുകണം. എന്താണ് അതിൻ്റെ ആശയം? സകല വികാരങ്ങളും ഉണ്ടാകുന്നത് കുടലിൽ നിന്നാണ്. തിരുവെഴുത്ത് പറയുന്നു, കാലെന്ന് പറയുന്നത് നടപ്പിനെ കാണിക്കുന്നു. തിരുവെഴുത്ത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. എന്താണ് അതിൻ്റെ അർത്ഥം? ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. രാവിലെ ദൈവത്തിൻ്റെ കയ്യെ പിടിച്ച് നടക്കാൻ പോയി എന്നല്ല, ജീവിക്കുക എന്നാണ് ആശയം. അതിൻ്റെ അർത്ഥം നിന്റെ ജീവിതവും നിന്റെ വികാരങ്ങളും വചനമാകുന്ന യേശുവിൻ്റെ രക്തമാകുന്ന വെള്ളത്തിൽ കഴുകണം. അങ്ങനെ ഈ പറയുന്ന 6 അനുഭവങ്ങൾ നിന്നിലുണ്ടെങ്കിൽ മാത്രമേ നിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുകയുള്ളൂ. അത് സമ്പൂർണ്ണ യാഗമായി തീരണം. അടുത്തത് പറയുന്നു, ഫറവോൻ പറയുകയാണ്, പുറപ്പാട് പുസ്തകം 10-11 വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് പുരുഷന്മാര് പോയി ദൈവത്തെ ആരാധിക്കാം, സ്ത്രീകളും കുട്ടികളും ഇവിടെ നിൽക്കട്ടെ. അതാണ് മിസ്രൈമ്യ ശക്തി പറഞ്ഞത്. എന്താണ് ആശയം? അവൻ്റെ തന്ത്രം, സാത്താൻ്റെ എന്താണ് തന്ത്രം? നീ കുടുംബമായി ദൈവത്തെ ആരാധിക്കരുത്. നിന്റെ കുടുംബത്തെ ശത്രു ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുക. എന്താണ് വചനം പറയുന്നത്? വചനം പറയുന്നു, നോഹ ഒരു പെട്ടകം പണിതു. എന്തിനു വേണ്ടി പണിതു? നോഹയ്ക്കും തൻ്റെ കുടുംബത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം തീർത്തു എന്നാണ്. അതിൻ്റെ അർത്ഥം നോഹ പണിത പെട്ടകം അത് ക്രിസ്തുവിന് നിഴലായിരുന്നു. ആ പെട്ടകത്തിൽ നോഹ മാത്രമല്ല, ഭാര്യയുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, മരുമക്കളുണ്ടായിരുന്നു. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നവർ ഓർക്കുക, ക്രിസ്തുവാകുന്ന പെട്ടകത്തിൽ നിന്നോടുകൂടെ നിന്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, നിന്റെ മക്കൾ, മരുമക്കളുണ്ടോ എന്ന് നീ പരിശോധിക്കണം. 1,00,000 ആളുകളെ നീ വിശ്വാസത്തിലേക്ക് നടത്തിയാലും സ്വർഗം ഒന്നാമത് കണക്ക് ചോദിക്കുന്നത് നിന്റെ കുടുംബത്തെ കുറിച്ചാണ്. തിരുവെഴുത്ത് പറയുന്നു, യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ജീവനുള്ള വെള്ളം എനിക്ക് തരണമെന്ന് പറഞ്ഞ ശമരിയക്കാരിയോട് യേശു പറഞ്ഞത്, നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരുവാനാ. അതിൻ്റെ അർത്ഥം ഭാര്യമാർക്ക് ഭർത്താക്കന്മാരുടെ ആത്മീക വിഷയങ്ങളിൽ ഉത്തരവാദിത്തമുണ്ട്. ഭർത്താക്കന്മാർക്ക് ഭാര്യമാരുടെ ആത്മീക വിഷയങ്ങളിൽ ഉത്തരവാദിത്തമുണ്ട്. മാതാപിതാക്കൾക്ക് തലമുറയുടെ ആത്മീക വിഷയങ്ങളിൽ ഉത്തരവാദിത്തമുണ്ട്. ക്രൂശിയുമെന്ന് പോകുന്ന യേശുവിൻ്റെ പിന്നാലെ ചെന്ന ശമരി അഥവാ യെരൂശലേം പുത്രിമാരോട് യേശു പറഞ്ഞത്, എന്നെ ചൊല്ലി കരയേണ്ട, നീ ഒന്നാമത് നിന്നെ ചൊല്ലിക്കരയണം, 2 നിന്റെ മക്കളെ ചൊല്ലിക്കരയണം. അതിൻ്റെ അർത്ഥം ഇന്ന് നീ തലമുറയ്ക്ക് വേണ്ടി കരയുന്നില്ലെങ്കിൽ നാളെ അവർ നിന്നെ കരയിപ്പിക്കുമെന്ന് വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് ദൂത് പറയുക. ഏലി ആസനത്തിൽ നിന്ന് മറിഞ്ഞു വീണ് കഴുത്തൊടിഞ്ഞ് ചാകാൻ കാരണമെന്തെന്നറിയാമോ? തൻ്റെ മക്കൾ പാപം ചെയ്തത് കണ്ടിട്ട്, ഒപ്നിയും ഫീനഹാസും പാപത്തിൻ്റെ വഴിയിൽ നടക്കുന്നത് കണ്ടിട്ട് അവരെ ശാസിച്ചമർത്തായിക കൊണ്ട്
അപ്പൻ കഴുത്തൊടിഞ്ഞ് ചാകേണ്ടി വന്നു. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് സഭയോട് ദൂത് പറയുകയാ. നീ അറിഞ്ഞ സത്യം നിന്റെ മക്കളോട് നീ പറയണം. എപ്പോൾ പറയണം? നീ കിടക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ, നടക്കുമ്പോൾ, വീട്ടിലിരിക്കുമ്പോൾ പറയണമെന്ന് ആവർത്തന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത് നിന്റെ നാവിൽ നിന്ന് വിട്ടുമാറരുത്. പ്രൈസ് ദി ലോർഡ്. കാരാഗ്രഹ പ്രമാണി ചോദിച്ചു, രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? അവർ പറഞ്ഞത്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ രക്ഷപ്പെടുമെന്നല്ല പറഞ്ഞത്. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതിൻ്റെ അർത്ഥം നീ കുടുംബമായാണ് രക്ഷ പ്രാപിക്കേണ്ടത്. നീ കുടുംബമായാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. 25 ലക്ഷത്തിലധികം ജനങ്ങളെ നടത്തിയ യോശുവ പറയുകയാണ്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇന്ന് പകൽ എത്ര പേർക്ക് പ്രാഗൽഭ്യത്തോടെ പറയുവാൻ കഴിയും, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന്? പേരന അനീഷ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ഇപ്രകാരം ദൂത് പറയുന്നു, നിനക്കെതിരെ ഉണ്ടാക്കുന്ന യാതൊരുവിധ ആയുധങ്ങളും ഫലിക്കുകയില്ല എന്ന് ദൈവാത്മാവ് ദൂത് പറയുന്നു. ഉഷ്ണം തട്ടാതെ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. സകലതും സൂര്യൻ്റെ ഉഷ്ണം തട്ടി വാടിപ്പോകുമ്പോൾ അവൻ തൻ്റെ തൂവലുകൾ കൊണ്ട് നിന്നെ മറയ്ക്കും. ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ നിന്നോട് ദൂത് പറയുന്നു, ശത്രുക്കൾ കാണുക ഞാൻ നിനക്ക് വിരുന്നൊരുക്കും. രഹസ്യമായിട്ടല്ല, പരസ്യമായി ഞാൻ നിന്നെ മാനിക്കുന്ന ദിവസമുണ്ടെന്ന് ആത്മാവ് നിന്നോട് ദൂതായിട്ട് പറയുന്നു. നിന്റെ മുന്നേറ്റത്തിന് തടസ്സമായി സെരുബാബേലിൻ്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതം പോലെ മുൻപോട്ട് വിടുകയില്ല എന്ന് വാദിക്കുന്ന ശക്തികളുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, സെരുബാബേലിൻ്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീയാർ. ദൈവാത്മാവിൻ്റെ ചോദ്യത്തിൻ്റെ മുൻപിൽ ആ ശക്തി സമഭൂമിയായി മാറി. നീ എൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവം എഴുന്നേൽക്കുന്നു, തൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് ദൈവാത്മാവ് ദൂത് പറയുന്നു. എന്നെ പിരിഞ്ഞ് നിനക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. മുന്തിരി വള്ളിയിൽ കൊമ്പുകൾ ചേർന്ന് വസിക്കുന്നത് പോലെ നീ എന്നിൽ വസിപ്പീൻ, ഞാൻ നിന്നിലും വസിക്കുമെന്ന് ആത്മാവ് ദൂതായി പറയുന്നു. എൻ്റെ സന്നിധിയിൽ വെച്ച് നീ യാഗരിക്കുന്ന വിഷയത്തിന്മേൽ നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും. നിനക്ക് വേണ്ടി ഞാൻ പ്രതിക്രിയ ചെയ്യും എന്ന് ദൈവാത്മാവ് ദൂത് പറയുന്നു. മോടെ പേരന എസ്തർ, മോടെ പേരന് ഓക്കെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം നിന്നോട് ദൂത് പറയുന്നു, ഫറവോൻ്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയെപ്പോലെ അനേക കുതിരകളുടെ ഇടയിൽ നിന്ന് വലിയൊരു പ്രവൃത്തിക്കായി തിരഞ്ഞെടുക്കുന്നത് പോലെ നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, സ്ത്രീകൾക്കുള്ള ഓഹരി ഷണ്ണൻ മുഖാന്തരം കൊടുക്കുമ്പോൾ എസ്തേറിനുള്ള ഓഹരി ക്ഷണത്തിൽ കൊടുത്തതുപോലെ ക്ഷണത്തിൽ സംഭവിക്കുന്ന വാഗ്ദത്ത നിവൃത്തി നിന്നിലുണ്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് ദൂത് പറയുന്നു. എൻ്റെ വചനം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. എൻ്റെ വിശ്വസ്തയോടെ നിൽക്കുക. ഈ വാഗ്ദത്തങ്ങൾ ഒന്നുപോലും നിഷ്ഫലമാകാതെ ഞാൻ നിൻ്റെ തലമേൽ നിവർത്തിക്കുമ്പോൾ നീ ഇങ്ങനെ പറയും, അത്യുന്നതൻ എനിക്ക് വേണ്ടി വലിയവ ചെയ്തു. മോടെ പേരെന്നെ പറഞ്ഞേ സെബി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം നിന്നോട് ആലോചനയായിട്ട് പറയുന്നു, ജയത്തിന് കുതിര വ്യർത്ഥം, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നില്ല. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിച്ചു, അവർ വീണുപോയി. എന്നാൽ ഞങ്ങൾ യഹോവയുടെ നാമത്തെ കീർത്തിച്ചു, ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. പലരും വീണുപോയ മേഖലയിൽ എഴുന്നേറ്റ് നിവരെ നിൽക്കുവാൻ ഞാൻ നിന്നെ ശക്തീകരിക്കും. ദൈവാത്മാവ് പറയുന്നു, അത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ തന്നെ. പടക്കണിയിച്ചൊരുക്കുന്ന പടക്കുതിര പട കണ്ട് ഭയപ്പെട്ട് പിന്മാറുകയില്ല. അത് ഹാഹാ എന്ന് ചിനച്ചുകൊണ്ട് അണിക്ക് നേരെ ഓടുന്നത് പോലെ ആത്മാവിനാൽ ഞാൻ നിന്നെ അണിയിച്ചൊരുക്കുമെന്ന് ദൈവാത്മാവ് നിന്നോട് ദൂതായിട്ട് പറയുന്നു. ഉന്നത വിളിയാൽ ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്ന വ്യക്തിയാണ്. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് ഞാൻ നിന്നെ കണ്ടു. ദൈവാത്മാവ് ഇപ്രകാരം പറയുന്നു, കാറ്റുമരങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന നാരകം അത് വ്യത്യസ്തമാകുന്നത് രൂപഗുണമല്ല, അതിൻ്റെ സൗരഭ്യവാസനയാണ്. ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഉന്നതർക്കിടയിൽ യേശുവിൻ്റെ സൗരഭ്യവാസന പരത്തുവാൻ ഞാൻ നിന്നെ അനേക സ്റ്റേജുകളിൽ നിർത്തുമെന്ന് ദൈവാത്മാവ് ദൂത് പറയുന്നു. ഇതെങ്ങനെ സംഭവിക്കും? ദൈവാത്മാവ് പറയുന്നു, എന്നാൽ കഴിയാത്ത വല്ലോ കാര്യവുമുണ്ടോ? ഞാൻ നിന്നെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് കൃത്യമായി നിന്നോട് സംസാരിക്കുന്ന ദിവസങ്ങളുണ്ടെന്ന് ആത്മാവ് ഇന്ന് പകൽ നിന്നോട് ദൂതായിട്ട് പറയുകയാണ്. ഞാൻ പെട്ടെന്ന് 2 കാര്യങ്ങൾ പറഞ്ഞ് നിർത്തിയേക്കാം. 1-2 മിനിറ്റ് കൂടിയ കുഴപ്പമുണ്ട് പാസ്റ്ററെ. തിരുവഴുത്ത് ഇങ്ങനെ പറയുന്നു,
മൂന്നാമത് പറഞ്ഞത് നിങ്ങൾ പുരുഷന്മാർ മാത്രം പോയി ആരാധിക്കാനാ. എന്നാൽ വചന വ്യവസ്ഥ കുടുംബമായി ആരാധിക്കണം. നീ കുടുംബമായി ആരാധിക്കരുതെന്നാണ് സാത്താൻ്റെ തന്ത്രം. നാലാമത്തെ ചിന്ത തിരുവഴുത്ത് ഇങ്ങനെ പറയുന്നു. പുറപ്പാട് പുസ്തകം 10:24 വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിങ്ങൾക്ക് പോകാം, കുടുംബമായി പോണതിന് കുഴപ്പമില്ല, പക്ഷെ സമ്പത്ത് കൊണ്ടുപോകരുത്. ആരാധനയ്ക്ക് പോകുമ്പോൾ എന്ത് കൊണ്ടുപോകരുത്? സമ്പത്ത് കൊണ്ടുപോകരുത്. എന്താണ് അതിൻ്റെ ആശയം? നിങ്ങൾ ആരാധനയ്ക്ക് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ഭൗതിക നന്മകൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കരുത്. ഇതാരുടെ ഉപദേശമാണ്? ഇതാണ് പൈശാചിക ശക്തിയുടെ ഉപദേശം. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ദൈവത്തെ മാനിക്കുന്നത് എങ്ങനെ മാനിക്കുന്ന അറിയാമോ? ദൈവത്തെ സ്തോത്രം പറഞ്ഞു മാത്രമല്ല, യഹോവയെ നിന്റെ ധനം കൊണ്ടും ആദ്യ വിള കൊണ്ടും മാനിക്കുക. അങ്ങനെ നീ ചെയ്താൽ നിന്റെ കളപ്പുര നിറയും, നിന്റെ ചക്കുകളിൽ വീഞ്ഞു കവിഞ്ഞൊഴുകും. അന്ന് പറഞ്ഞാൽ നീ ഭൗതികമായി അനുഗ്രഹിക്കപ്പെടരുത്. ഇതാണ് സാത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രം. നമ്മൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നത്, തിരുവഴുത്ത് ഇങ്ങനെയാണ് പറയുന്നത്: ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്താൽ നീ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളത് ആർക്കറിയാം? സാത്താന്, പറവോന്യ ശക്തിക്കറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഭൗതികമൊന്നും എന്ത് ചെയ്യരുത്? ആരാധനയ്ക്ക് കൊണ്ടുപോകരുത്. ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് ഒരു വിതയാണ് എന്ന് പറഞ്ഞാൽ വിതയ്ക്കുകയാണ്. തിരുവഴുത്ത് ഇങ്ങനെ പറയുന്നു: വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. നിങ്ങൾ സ്നേഹം വിതച്ചാൽ സ്നേഹം കൊയ്യും, കരുണ വിതച്ചാൽ കരുണ കൊയ്യും, കാറ്റ് വിതച്ചാൽ കൊടുങ്കാറ്റ് കൊയ്യും, പാര വിതച്ചാൽ പാര കൊയ്യും. നിങ്ങൾ ഭൗതികം വിതച്ചാൽ ഭൗതികം കൊയ്യും. നിങ്ങൾ വയലെല്ലാം കട്ടകളെല്ലാം ഉടച്ചു നിരത്തി വളമിട്ടു, വെള്ളം തുറന്നു വിട്ടു, വിത്ത് വിതച്ചില്ല, വരമ്പത്ത് കയറി 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു, ഒന്നും സംഭവിക്കത്തില്ല. എൻ്റെ പാസ്റ്ററെ, ഞങ്ങൾ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു വിടുതലില്ല, ഒരു അനുഗ്രഹമില്ല. അതിൻ്റെ അർത്ഥം നീ വിതച്ചിട്ടില്ല. വിതച്ചാൽ മാത്രമേ കൊയ്യത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുക വിതയാണ്. വചനത്തിൽ യെശയ്യാപ്രവചനത്തിലും 2 കൊരിന്ത്യർ ലേഖനത്തിലും പറഞ്ഞിട്ടുണ്ട്: ഭക്ഷിപ്പാൻ ആഹാരവും വിതയ്ക്കുവാൻ വിത്തും. അതിൻ്റെ അർത്ഥം നമുക്ക് ലഭിക്കുന്ന എല്ലാ ഭൗതിക നന്മകളിലും ദൈവത്തിനു വേണ്ടി വിതയ്ക്കുവാനുള്ള വിത്തും അതിൽ ഇൻക്ലൂഡാണ്. ആ വിത്ത് നമ്മൾ ഒരിക്കലും പുഴുങ്ങി തിന്നരുത്, അത് വിതച്ചിരിക്കണം. വിതച്ചാൽ നീ തക്ക സമയത്ത് കൊയ്യും. തിരുവഴുത്ത് പഠിക്കുമ്പോൾ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച്, ബൈബിൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു പിശുക്കനുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം ആരാന്ന്? ഏറ്റവും വലിയ പിശുക്കൻ യൂദയാണ്. എന്താ കാര്യം? യൂദ തൂങ്ങിച്ചാകാൻ പോയപ്പോൾ പോലും നല്ലൊരു പ്ലാസ്റ്റിക് കയറി മേടിച്ച് പോയി തൂങ്ങിച്ചെത്തില്ല. ആലയത്തിൽ യാഗം കഴിക്കുവാൻ മൃഗങ്ങളെ കൊണ്ടുവന്നിട്ട് കയറാരും തിരിച്ചു കൊണ്ടുപോകാറില്ല, അതൊരു കോണിൽ എറിഞ്ഞു കളയും. അവൻ തൂങ്ങിച്ചാകാൻ പോയപ്പോൾ എന്തിനു വെറുതെ പൈസ കളയുന്നു? ഒരു പ്ലാസ്റ്റിക് കയറി മേടിച്ച് പൈസ കളയേണ്ട കാര്യമില്ലല്ലോ. അതൊരു പഴകിയൊരു കയറ്, യാഗത്തിന് കൊണ്ടുവന്ന് കളഞ്ഞിട്ട് പോയ കയറ് കൊണ്ടുവന്ന് തൂങ്ങിച്ചത്തു. അത് പൊട്ടി താഴെ വീണു, കുടലെല്ലാം വെളിയിൽ വന്ന് മാന്യമായിട്ട് ചാകാൻ പറ്റിയില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. മരിച്ചാലും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. അങ്ങനെ ആൾക്കാരുണ്ട്. തിരുവഴുത്ത് പറയുന്നു അവൻ അതിൽ നിന്ന് എടുത്തു വന്നുവെന്നാണ്. ഞാൻ ആ വാക്യം നിർത്തുക. അടുത്താൻ്റെ വാക്യോടെ പെട്ടെന്ന് പറഞ്ഞ് നിർത്തുക. ഞാനിത് വികസിപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്തത് 5-ാമത്തെ ഇങ്ങനെ പറയും. തിരുവഴുത്ത് പഠിക്കുമ്പോൾ 5-ാമത്തെ ചിന്ത ഇങ്ങനെ പറയുന്നു. 14-ാം അധ്യായം 9 മുതൽ: ഇവരെ വിട്ടയച്ചു എങ്കിലും ഫറവോന്യ ശക്തി അവരെ പിന്തുടർന്നു. ഒരു മുദ്രാവാക്യം വിളിച്ചോണ്ടോ പിന്തുടരുന്നേ? ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ളമങ്കിടും, വാളൂരും, നിഗ്രഹിക്കും, എൻ്റെ ആശയ അവരാൽ പൂർത്തീകരിക്കുമെന്ന് ശത്രു പറഞ്ഞു. നീ മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ നീ എവിടെ നിന്ന് വിട്ടുപോന്നോ അവിടേക്ക് മടക്കി കൊണ്ടുപോകുവാൻ 24 മണിക്കൂറും അന്ധകാര ശക്തി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. നീ ഒരു കള്ളുകൂടിയനായിരുന്നു, നീ വിശ്വാസത്തിൽ വന്നു, എന്നാൽ നീ പിന്മാറ്റത്തിൽ പോകുമ്പോൾ എവിടെ പോകുന്നറിയാമോ? കറുത്ത ഓടയിൽ വെളുത്ത അക്ഷരമുള്ള ചാരായം എഴുതി എവിടെയുണ്ടോ അങ്ങോട്ട് പോകും. നീ ഒരു പോക്കറ്റ് അടിക്കാരനായിരുന്നു, വിശ്വാസത്തിൽ വന്നു, നീ പിന്മാറ്റത്തിൽ പോയാൽ തിരക്കുള്ള ബസ്സയിൽ ഓടിക്കയറും. എന്തിനാ പോക്കറ്റ് അടിക്കാൻ? നീ എവിടെ നിന്ന് വിട്ടുപോന്നോ അവിടേക്ക് മടക്കി കൊണ്ടുപോകുവാൻ പോകുന്ന ശക്തിയാണ് ഫറവോന്യ ശക്തി. തിരുവഴുത്ത് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: പാവം വാതിക്കൽ കിടക്കുകയാണ്, അതിൻ്റെ ആഗ്രഹം നിന്നോടാണ്, നീ അതിനെ
കീഴടക്കണം, ഇല്ലെങ്കിൽ അത് നിന്നെ കീഴടക്കും. എങ്ങനെ കീഴടക്കുവാൻ കഴിയും? നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിക്കുവാൻ ശക്തിയുള്ള ആത്മാവിൻ്റെ ശക്തി നമ്മൾ പ്രാപിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഫറവോന്യ ശക്തിയെ ജയിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തിരുവെഴുത്ത് പറയുന്നു, സാത്താൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ, അവൻ നമ്മെ തോൽപ്പിക്കരുത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം അനുവദിച്ചാൽ മിഥുൻ്റെ വീട്ടിൽ നടക്കുന്ന പ്രാർത്ഥനയെ പാസ് സമയം തരികയാണെങ്കിൽ ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം നമ്മൾ സംസാരിക്കും. ജീവിതത്തിലെ പോരാട്ടങ്ങൾ, അതായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിച്ചത് ആരാധനയുടെ പോരാട്ടങ്ങളാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറ്റ അവസരം കർത്താവിൻ്റെ ദാസനും സഭയ്ക്കും വന്നാണ്. ഗോഡ് ബ്ലസ് യു ഓൾ.